ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് ജയിലിനെ പ്രധാന മതിലിൽ നിന്നും തുണി ഉപയോഗിച്ച് എങ്ങനെ പുറത്തേക്ക് ചാടി എന്ന കാര്യമാണ് ഈ പോലീസുകാരോട് ഇയാൾ വിശദീകരിച്ചത്. അതിനുശേഷം ഗോവിന്ദസ്വാമിയെ കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ ടൗൺ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കോ ഹാജരാക്കാനാണ് ഇപ്പോഴത്തെ ഒരു നീക്കം. അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിലും ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ തെളിവെടുപ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തെളിവെടുപ്പ് പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗോവിന്ദസ്വാമിയുമായി വാഹനത്തിലേക്ക് വരികയാണ്. വാഹനത്തിലെത്തിച്ച ശേഷമായിരിക്കും ഇനി ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പായി ഹാജരാക്കണമെങ്കിൽ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിയമലംഘനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും താടിയുള്ള ഒരാൾ, പക്ഷേ മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയ ഫോട്ടോ അത് താടിയില്ലാത്ത വീശ മാത്രം ഉള്ളൊരാൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടതിൽ പോലും കൃത്യമായുള്ള ചിത്രങ്ങൾ പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. എങ്ങനെ താടി ഇത്രയും നീളത്തിൽ താടി വയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ പോലും വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതിലും ഇപ്പോൾ തെളിവെടുപ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തെളിവെടുപ്പ് പൂർത്തീകരിച്ച ശേഷം ഇയാളെ ഇങ്ങോട്ടേക്ക് വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്.